Hello students, welcome to the physics class of Learners India. അപ്പോൾ കഴിഞ്ഞ രണ്ട് സെഷൻ നിങ്ങൾ കണ്ടു കാണുമല്ലോ. We are going through the process of revision of this particular chapter, that is light, reflection and refraction. Okay, അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ബ്രഷ് അപ്പ് ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്തു, MCQസും കുറച്ച് ചെയ്തു അല്ലേ? ആൻഡ് റെസ്റ്റ് ഓഫ് ദ MCQs നമ്മൾ ആപ്പിലൂടെ ചെയ്തു. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഒരുപാട് പേർക്ക് ഫുൾ മാർക്സ് കിട്ടി. ഓക്കെ, അപ്പം നമ്മുടെ ആപ്പിലൂടെ ചെയ്യുന്ന സമയത്ത് ഒരു 90% എബവ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് ഷുവർ ദാറ്റ് നിങ്ങളുടെ ബോർഡ് എക്സാംസിനും യു വിൽ ഗെറ്റ് എബവ് 90%. അക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. ഓൾ റൈറ്റ്, ഓക്കെ. ആൻഡ് നമ്മുടെ യൂട്യൂബിലൂടെ ക്ലാസ് കാണുന്നവർ എന്ത് ചെയ്യുക, ക്ലാസ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാനും MCQ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള MCQs ആണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ട് നന്നായിട്ട് പഠിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് യുവർ എക്സാംസ് ആർ നിയർ ബൈ. ഓൾ റൈറ്റ്, ഓക്കെ. ആൻഡ് ബിഫോർ മൂവിങ് ടു ദ കണ്ടന്റ് ഓഫ് ടുഡേയ്സ് ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ആപ്പിൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓൾ റൈറ്റ്, നമ്മുടെ വൺ ഓഫ് അവർ സ്റ്റുഡൻറ്റിൻ്റെ അക്കൗണ്ട് ആണ്, ദാറ്റ് ഇസ് അനുവിൻ്റെ അക്കൗണ്ട് ആണ്. യു ക്യാൻ സി ഇതിൽ എന്ത് ചെയ്യുക, ഈ ആപ്പിൽ മൈ ക്ലാസ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ഓൾ ദീസ് ഓപ്ഷൻസ്, ദാറ്റ് ഇസ് ലേൺ അറ്റ് ഹോം, ഡയറി എക്സെട്ര. ആൻഡ് ഇതിൽ ലേൺ അറ്റ് ഹോം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വീഡിയോ ലെസൺസ് ഉണ്ട്, അസൈൻമെൻറ്റ് ഉണ്ട്, MCQ ടെസ്റ്റ് ഉണ്ട്, മോഡൽ എക്സാംസ് എല്ലാം അവൈലബിൾ ആണ്. ഓൾ റൈറ്റ്, അതിൽ ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ വീഡിയോ ലെസൺസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സി യു വിൽ ഹാവ് ഓൾ ദ സബ്ജക്ട്സ്. അതിലിപ്പോൾ ഫിസിക്സ് ആണ് സെലക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, യു വിൽ ഹാവ് ഓൾ ദ ചാപ്റ്റേഴ്സ് ഹിയർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ചാപ്റ്റർ നമ്മളിപ്പോൾ പഠിക്കുന്നത് ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ് അല്ലേ. ഇപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ലോട്ട്സ് ഓഫ് വീഡിയോ ലെസൺസ് അണ്ടർ ദാറ്റ് ചാപ്റ്റർ. ഓൾ റൈറ്റ്, അപ്പം ഈ വീഡിയോ ലെസൺസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ ലെസൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ വീഡിയോ ലെസൺസിലും കോൺസെപ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആ വീഡിയോ ലെസൺസ് കണ്ടിട്ട് ഈ കോൺസെപ്റ്റുകൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഓൾ റൈറ്റ്, ഓക്കെ. നൗ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം, അധികം ടൈമൊന്നും കളയണ്ട. യെസ്, ഈ ഒരു സെഷനിൽ വി ആർ ഗോയിങ് ടു ലേൺ മിറർ ഫോർമുല, സൈൻ കൺവെൻഷൻ, Magnification, then refraction and refractive index, which is very very important. അതിലൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാത്തില്ല. സൈൻ കൺവെൻഷൻ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാം MCQs ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് ഓപ്ഷൻ ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ കഴിഞ്ഞ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞതായിരിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് അന്ന് പറഞ്ഞിരുന്നു സൈൻ കൺവെൻഷനൊക്കെ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാമെന്ന്. ആൻഡ് ലെറ്റ്സ് സീ വാട്ട് ഇസ് സൈൻ കൺവെൻഷൻ. ഓക്കെ, സീ സപ്പോസ് യു ഹാവ് എ കോൺകേവ് മിറർ. ഓക്കെ, ഇത്ര മാത്രം ഓർത്താൽ മതി. ഈ ഒരൊറ്റ പോയിന്റ് ഓർത്ത് കഴിഞ്ഞാൽ സൈൻ കൺവെൻഷൻ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഒരു കൺഫ്യൂഷനും വരില്ല. ഇത്രയേ ഉള്ളൂ. റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാരാമീറ്റേഴ്സ് എല്ലാം നെഗറ്റീവ്. എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാരാമീറ്റേഴ്സ് എല്ലാം എന്താണ്? നെഗറ്റീവ്. ആൻഡ് ബിഹൈൻഡ് ദ മിറർ വരുന്ന പാരാമീറ്റേഴ്സ് എല്ലാം എന്താണ്? ഇറ്റ്സ് പോസിറ്റീവ്. ഓക്കെ, അപ്പം ഈ ഒരൊറ്റ കോൺസെപ്റ്റ് അറിഞ്ഞാൽ കഴിഞ്ഞു, സൈൻ കൺവെൻഷൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാരാമീറ്റേഴ്സ്, ഫോർ എക്സാമ്പിൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ബിക്കോസ് റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഫ്രണ്ടിലല്ലേ നമ്മൾ ഒബ്ജക്റ്റ് വെക്കുക. മിററിൻ്റെ ബിഹൈൻഡിൽ ഒബ്ജക്റ്റ് വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? റിഫ്ലക്ഷൻ നടക്കുമോ? ഇല്ല, ഒബ്വിയസ് ആണല്ലേ. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്? എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇറ്റ് ഈസ് നെഗറ്റീവ്. വൈ? ഒബ്ജക്റ്റ് ഇസ് ഓൾവേസ് കെപ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കോൺകേവ് മിറർ. ഓൾ റൈറ്റ്, അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, ഇപ്പോൾ കോൺകേവ് മിറർ, കോൺവെക്സ് മിററോ? കോൺവെക്സ് മിററിൻ്റെയും റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഫ്രണ്ടിലാണ് ആരെ വെക്കുന്നത്? ഒബ്ജക്റ്റിനെ വെക്കുന്നത്. അപ്പം ഇവിടെയും എന്താണ്? U is negative. ഓക്കെ, സിമ്പിൾ കോൺസെപ്റ്റ് ആണല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസോ? ഇമേജ് ചിലപ്പോഴൊക്കെ മിററിൻ്റെ ബാക്കിലും വരാം അല്ലേ.
ഫോർ എക്സാമ്പിൾ വെർച്വൽ ഇമേജ് ആണെങ്കിൽ എന്താണ്, എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ്സ് ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഇനി ഫ്രണ്ട് ഓഫ് ദ മിററിൽ തന്നെയാണ് ഇമേജ് എങ്കിൽ എന്താണ്? എപ്പോഴും റിയൽ ഇമേജസ്, ഓർമ്മയില്ലേ നമ്മുടെ ലാസ്റ്റ് സെഷൻ ഓർമ്മയുണ്ടോ? റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഫോംഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. അപ്പം ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് റിയൽ ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നെഗറ്റീവ്. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, പക്ഷെ ഒരു പെർട്ടിക്കുലർ കേസ് പറഞ്ഞു അല്ലേ കോൺകേവ് മിററിൽ. ഏതാണ്? നമ്മുടെ പോളിന്റെയും ഫോക്കസിന്റെയും സെൻട്രൽ ഒബ്ജക്റ്റ് വെക്കുന്ന ടൈമിൽ we get a virtual erect magnified image. ഓർമ്മയില്ലേ നമ്മുടെ സ്പെഷ്യൽ കേസ് അല്ലേ, ട്വിസ്റ്റ് കേസ്. ഓൾ റൈറ്റ്, ആ കേസിൽ എന്തായിരുന്നു? we have virtual image and the image മിററിന്റെ ബാക്കിലായതുകൊണ്ട് image distance is പോസിറ്റീവ്. ഓൾ റൈറ്റ്, ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഫ്രണ്ടിലാണെങ്കിൽ നെഗറ്റീവ്, ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ ഇറ്റ് ഇസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, എല്ലാ പാരാമീറ്റേഴ്സും ആയോ? ഇല്ലല്ലോ, കുറച്ചുകൂടെ പാരാമീറ്റേഴ്സ് വരാനുണ്ടല്ലോ. അങ്ങനെയാണ് നിങ്ങൾ പറ, വാട്ട് അബൌട്ട് ദി ഫോക്കൽ ലെങ്ത്? എന്താണ് ഫോക്കൽ ലെങ്ത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഇൻ ദ കേസ് ഓഫ് എ കോൺകേവ് മിറർ? ഓക്കെ, എന്താണ്? യെസ്, ദ ആൻസർ ഇസ് ഫോക്കൽ ലെങ്ത് ഇസ് നെഗറ്റീവ് ഫോർ എ കോൺകേവ് മിറർ. ഇതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമോ? ഏതെങ്കിലും ഒരു സർക്കംസ്റ്റൻസിൽ ഈ ഫോക്കൽ ലെങ്ത് കോൺകേവ് മിററിന് പോസിറ്റീവ് വരുമോ? നോ, നെവർ. കാരണം എന്താ? ഫോക്കൽ ലെങ്ത് ഇസ് ഫോക്കസ് ഇസ് ഓൾവേസ് ഫ്രണ്ട് ഓഫ് ദി കോൺകേവ് മിറർ അല്ലേ? എപ്പോഴും പാരലൽ റേസ് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർജ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വീഴുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഫ്രണ്ടിലാണ് ഫോക്കസ് എങ്കിൽ ഫോക്കൽ ലെങ്ത് ഇസ് ഓൾവേസ് നെഗറ്റീവ് ഫോർ എ കോൺകേവ് മിറർ. അതങ്ങനെ ഓർത്ത് വെച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് മിററോ? വി ഹാവ് എ വെർച്വൽ ഫോക്കസ് അല്ലേ? വെർച്വൽ ഫോക്കസ് എന്ന് പറയുമ്പം കണ്ടോ, ബിഹൈൻഡ് ദ മിറർ ആണ് ഫോക്കസ്. സോ ഇൻ ദ കേസ് ഓഫ് എ കോൺവെക്സ് മിറർ ഫോക്കൽ ലെങ്ത് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറർ ഇറ്റ്സ് നെഗറ്റീവ് ആൻഡ് ഫോർ കോൺവെക്സ് മിറർ ഇറ്റ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് മിററിന്റെ ഇമേജ് ഡിസ്റ്റൻസോ? അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല അല്ലേ? എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. കാരണം എന്താണ്? ബിക്കോസ് ഫോർ എ കോൺവെക്സ് മിറർ വി ഓൾവേസ് ഹാവ് VED, ഓർമ്മയില്ലേ? വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. ഓൾവേസ് യു ഹാവ് വെർച്വൽ ഇമേജ്. സോ ഓൾവേസ് ദ ഇമേജ് ഇസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. സോ ഇറ്റ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ഓൾ റൈറ്റ്, ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട കേട്ടോ. ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, എപ്പോഴും കോൺവെക്സ് മിററിന് വെർച്വൽ ഇമേജ് ആണ്. വെർച്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ ബിഹൈൻഡ് ദ മിറർ ആണ്. ഇതിങ്ങനെ ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഓൾവേസ് വി പോസിറ്റീവ് ആണെന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇനി സപ്പോസ് അതൊന്നും ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ നേരത്തെ ഒരൊറ്റ കോൺസെപ്റ്റ് ഓർത്താൽ മതി. റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഫ്രണ്ടിലുള്ള പാരാമീറ്റേഴ്സ് എല്ലാം നെഗറ്റീവും, ബിഹൈൻഡിലാണെങ്കിൽ ആ പാരാമീറ്റേഴ്സ് എല്ലാം എന്താണ്? പോസിറ്റീവ്. ഓക്കെ, ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ, യെസ്. ഓക്കെ, റയൻ ഇസ് ആസ്കിങ് എ ഡൗട്ട്. അതായത് ഇത് നമുക്ക് XY കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് പറയാൻ പറ്റില്ലേന്ന്. ഓക്കെ, നല്ല ഡൗട്ടാണ്. ആക്ച്വലി പറയാൻ പറ്റും. അതായത് ഇതിനിപ്പം ഒറിജിനായിട്ട് എടുക്കുക, പോളിന് ഒറിജിനായിട്ട് എടുക്കുക. ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആയിട്ടും ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ടും എബവ് പോസിറ്റീവ് വൈ ആക്സിസ് ആയിട്ടും താഴെ നെഗറ്റീവ് വൈ ആക്സിസ് ആയിട്ടും വേണം എടുത്തിട്ട് നമുക്ക് പറയാം നെഗറ്റീവ് എക്സ് ആക്സിസിൽ എപ്പോഴും എന്താണ് വരുന്ന പാരാമീറ്റേഴ്സ് നെഗറ്റീവ് ആണെന്നൊക്കെ പറയാം. പക്ഷെ അതിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. എന്താണ് ആ പ്രോബ്ലം? സപ്പോസ് നിങ്ങൾ മിററിനെ ഇങ്ങനെയല്ല വെക്കുന്നത്, നേരെ തിരിച്ചിട്ടാണ് വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കോൺകേവ് മിറർ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് എക്സ് ആക്സിസും ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സിസും എടുത്തു കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. നമ്മൾ എവിടെയാണ് ഒബ്ജക്റ്റിനെ വെക്കുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഇവിടെ ഇപ്പം എന്നിട്ട് നിങ്ങൾ പറയാം, ഈ കേസിൽ പോസിറ്റീവ് എക്സ് ആക്സിസിലായതുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. വൈ? ബിക്കോസ്
ഈ ഒരു കേസിലും നമ്മൾ പറഞ്ഞ നേരത്തെ ആ ഒരൊറ്റ കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് തെറ്റില്ല. എന്ത്? റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഫ്രണ്ടിലാണെങ്കിൽ നെഗറ്റീവ്. ആ ഒരു കോൺസെപ്റ്റിന് പകരം കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് പറയുമ്പോൾ ഉള്ള ചെറിയൊരു പ്രോബ്ലം ഇതാണ്. എന്താണ്? മിററിനെ നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാരാമീറ്റേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന സൈൻ കൺവെൻഷൻ കംപ്ലീറ്റ്ലി തെറ്റിപ്പോവും. അല്ലെങ്കിൽ മിററിനെ റിവേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? കോർഡിനേറ്റ് സിസ്റ്റം കൂടെ റിവേഴ്സ് ചെയ്തിട്ട് ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആയിട്ടും ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആക്കാനൊക്കെ പോകണം. കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഐഡിയ മാത്രം ഫോളോ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. ഏത് ഐഡിയ? അതായത് റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ ഫ്രണ്ടിൽ എന്താണ് നെഗറ്റീവും ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ പോസിറ്റീവും. ഓക്കെ, നൗ ഒരാളും കൂടി ഇല്ലേ? എന്താണ്? മാഗ്നിഫിക്കേഷൻ പറയുന്ന കേസിൽ ഹൈറ്റ് പറയും നമ്മൾ അല്ലേ? ഹൈറ്റ് എന്നൊരു പാരാമീറ്റർ വരുമ്പം അതിന് എക്സ് ആക്സിസിൽ പറയാൻ പറ്റില്ല. വി ഗോ ടു ദി വൈ ആക്സിസ്. അതായത് എബവ് ദി പ്രിൻസിപ്പൽ ആക്സിസ്, അതായത് ഒബ്ജക്റ്റ് ഇപ്പം ഇങ്ങനെ ഇരിക്കാം. എബവ് ദി പ്രിൻസിപ്പൽ ആക്സിസ് ആണല്ലേ ഹൈറ്റ് വരുന്നത്, ഈ ഡയറക്ഷനിലല്ലേ മെഷർ ചെയ്യുന്നത്. ഇൻ ദാറ്റ് കേസ് എച്ച് ഇസ് പോസിറ്റീവ്. അതേ സ്ഥാനത്ത് ഇഫ് യു ഹാവ് എ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്, സി ഇൻവേർട്ടഡ് ഇമേജ് ആവുമ്പോൾ അത് ബിലോ ദ പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. സോ ഇറ്റ് ഇസ് നെഗറ്റീവ്. ഓക്കെ, അതൊരു ലാസ്റ്റ് ആ ഒരു കണ്ടീഷൻ മാത്രം സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ഓർക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ. അത് വേണം നിങ്ങൾക്ക് വൈ കോർഡിനേറ്റ് വെച്ചിട്ട് പറയാം കേട്ടോ. എബവ് വൈ ആക്സിസ് പോസിറ്റീവും ബിലോ വൈ ആക്സിസ് എന്താണ് നെഗറ്റീവ് ആണെന്നും പറയാം. അത് മാറില്ലല്ലോ, നമുക്ക് ഇങ്ങനെയല്ലേ റിവേഴ്സ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആ പ്രോബ്ലം ഇല്ല. ഓൾ റൈറ്റ്, സോ ഇത്ര ഓർത്താൽ മതി. ഇൻ ഫ്രണ്ട് ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് നെഗറ്റീവ് ആൻഡ് ബിഹൈൻഡ് ഇറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, നൗ what was the mirror formula? എന്തായിരുന്നു മിറർ ഫോർമുല? that is 1 by v plus 1 by u is equal to 1 by f. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് അല്ലേ? യു ഹാവ് മിറർ ഫോർമുല ആസ് വെൽ ആസ് ഇനി അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ യു ഹാവ് ലെൻസ് ഫോർമുല. രണ്ട് തമ്മിൽ മാറി പോവാതിരുന്നാൽ മാത്രം മതി. എന്താണ് മിറർ ഫോർമുല പറയുന്നത്? 1 by f is equal to 1 by v plus 1 by u. എന്താ അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഫോക്കൽ ലെങ്തിനെയും ഒബ്ജക്ട് ഡിസ്റ്റൻസിനെയും ഇമേജ് ഡിസ്റ്റൻസിനെയും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് മിറർ ഫോർമുല. ആൻഡ് ഇഫ് യു ഹാവ് ടു പാരാമീറ്റേഴ്സ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി അതർ പാരാമീറ്റേഴ്സ് യൂസിങ് ദി മിറർ ഫോർമുല. ഓൾ റൈറ്റ്, സോ ഈ ഇക്വേഷൻ നിങ്ങൾ വേറെ രക്ഷയൊന്നുമില്ല, അങ്ങനെ അങ്ങ് ബൈ ഹാർട്ട് പഠിക്കുക. ഓക്കെ, എന്നാൽ നമുക്ക് മിറർ ഫോർമുലയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ? It is the ratio of the height of the image to the height of the object. Okay, and height of the image ne h prime എന്നും height of the object ne ഇവിടെ h o എന്നും denote ചെയ്തിട്ടുണ്ട്. And you have the magnification, that is m is equal to h prime by h o. അതായത് height of the image to the height of the object. ഓക്കെ, സപ്പോസ് ഇതൊരു പോസിറ്റീവ് വാല്യൂ ഒക്കെ കിട്ടുന്നതെന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇഫ് യു ഗെറ്റ് സം ഒരു 2 എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കുമോ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കുമോ? എന്തായിരിക്കും? യെസ്, ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി എ മാഗ്നിഫൈഡ് ഇമേജ്. കാരണം എന്താ? എ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യാം 2 into height of the object. അതായത് ഇമേജിൻ്റെ ഹൈറ്റ് എന്താണ്? ഒബ്ജക്റ്റിൻ്റെ 2 times ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ മാഗ്നിഫൈഡ് ഇമേജ്. സിമ്പിൾ ഐഡിയ. ഓക്കെ, അതേ സ്ഥാനത്ത് ഇഫ് യു ഹാവ് എ ഫ്രാക്ഷൻ ഹിയർ ഈക്വൽ ടു 1/2 എന്നായിരുന്നെങ്കിലോ? ദാറ്റ് മീൻസ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് ഹാഫ് ഓഫ് ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡിമിനിഷ്ഡ് ഇമേജ്. ഓക്കെ ഓക്കെ, ആൻഡ് ഇനി സൈൻ കൺവെൻഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു കോൺകേവ് മിറർ ആണെങ്കിൽ, ഒരു റിയൽ ഇമേജ് ആണെങ്കിൽ എന്തായിരിക്കും മാഗ്നിഫിക്കേഷൻ? പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ? ഇൻ ദ കേസ് ഓഫ് എ റിയൽ ഇമേജ് യു ഓൾവേസ് ഹാവ് ഇൻവേർട്ടഡ് ഇമേജ് അല്ലേ? ഞാൻ ഇതിന് മുന്നേയുള്ള സെഷനിലൊക്കെ പറഞ്ഞ കാര്യമാണ്, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. റിയലിൻ്റെ ഫ്രണ്ട് ആരാണ്?
ഇൻവേർട്ടഡ്. അവരെപ്പോഴും ഒരുമിച്ചിട്ടാണ്. റിയൽ ഇമേജ് ആണെങ്കിൽ എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. വെർച്വൽ ഇമേജ് ആണെങ്കിൽ വെർച്വലിൻ്റെ ഫ്രണ്ട് ആരാണ്? ഇറക്റ്റ്. അവരെപ്പോഴും ഒരുമിച്ചിട്ടായിരിക്കും. വെർച്വൽ ഇമേജ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ റിയൽ ഇമേജ് എന്താണ്? ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ എവിടെ വരും? ബിലോ ദി വൈ ആക്സസ്. അപ്പോൾ എന്ത് വരും? ഒബ്വിയസ്ലി ഒരു നെഗറ്റീവ് വരും അല്ലേ? അപ്പോൾ നോക്ക്, ഇമേജിൻ്റെ ഇവിടെ എന്ത് വരും? ഒരു നെഗറ്റീവ് വരും. പക്ഷേ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് എബവ് വൈ ആക്സസ് ആയതുകൊണ്ട് പോസിറ്റീവ് വരും. അങ്ങനെ എന്ത് വരും? മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ റിയൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ വിൽ ബി നെഗറ്റീവ്. ഓർത്ത് വെച്ചോളൂ, ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ആൻഡ് in the case of a virtual image, erect image ആണ്, so magnification will be positive. Okay, ഇതും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ഇൻവേർട്ടഡ് ആണ്, ബിലോ വൈ ആക്സിസ് ആണെന്ന് മാത്രം ഓർത്താൽ മതി. ഈ ഒരു ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് അത് അപ്ലൈ ചെയ്യുക സൈൻ കൺവെൻഷൻ. യു വിൽ ഗെറ്റ് ദാറ്റ് റിയൽ ഇമേജസ് ആർ ഓൾവേസ് നെഗറ്റീവ് ആൻഡ് വെർച്വൽ ഇമേജസ് ആർ ഓൾവേസ് പോസിറ്റീവ്. ഇതൊന്നും ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് യു നീഡ് ടു നോ ദി ഇക്വേഷൻ. ഇക്വേഷനൊക്കെ ഒന്ന് ബൈ ഹാർട്ട് പഠിക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. ഓൾ റൈറ്റ്. ഇനി മാഗ്നിഫിക്കേഷന് ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ദാറ്റ് ഇസ് എച്ച് പ്രൈം ബൈ എച്ച് ഒ ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ഉണ്ടാവും. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ യു. ഓൾ റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാം. എങ്ങനെ ചെയ്യും? A concave mirror produces 3 times magnified real image. Okay, please note this point. This is a real image. 3 times magnified real image. When an object is placed, evade 10 centimeter in front of 8. Object എവിടെയാ വെച്ചിരിക്കണേ? 10 centimeter in front of the mirror. Now, where is the image located? എവിടെയാണ് ഇമേജിൻ്റെ പൊസിഷൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ടൈപ്പ് ഓഫ് മിറർ ഇസ് ദിസ്? ഇറ്റ്സ് എ കോൺകേവ് മിറർ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ് ഇങ്ങനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അതാകുമ്പോൾ പിന്നെ വായിക്കേണ്ട ചാൻസസും കുറയും, തെറ്റുന്ന ചാൻസും കുറയും. ഓക്കെ ഓക്കെ. നോ, എന്തൊക്കെ തന്നിട്ടുണ്ട്? 3 times മാഗ്നിഫൈഡ് റിയൽ ഇമേജ് ആൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. എന്താണ്? 10 centimeter. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നിങ്ങൾ പറഞ്ഞേ. ഇപ്പം സൈൻ കൺവെൻഷൻ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണ് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞേ. ഒബ്ജക്റ്റ് എപ്പോഴും എവിടെയാണ് വെക്കുക? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഫ്രണ്ട് ഓഫ് ദ മിറർ വരുന്നതെല്ലാം എന്താണ്? നെഗറ്റീവ്. സോ യു ഇസ് മൈനസ് 10 centimeter. ദെൻ പ്രൊഡ്യൂസസ് 3 times മാഗ്നിഫൈഡ്. അപ്പം മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്, ഡയറക്ട്ലി തന്നിട്ടുണ്ട്. 3 times മാഗ്നിഫൈഡ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് 3. ഓക്കെ, പ്ലസ് 3യോ മൈനസ് 3യോ? മാഗ്നിഫൈഡ് റിയൽ ഇമേജ്. റിയൽ ഇമേജ് എന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ്. സോ മാഗ്നിഫിക്കേഷൻ വിൽ ഓബ്വിയസ്ലി ബി നെഗറ്റീവ്. ഓക്കെ ഓക്കെ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ഇമേജിൻ്റെ ലൊക്കേഷൻ. ദാറ്റ് മീൻസ് വി കാണണം. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. എം ഇസ് ഈക്വൽ ടു മൈനസ് വി ബൈ u. That is equal to minus v by u എന്താ? minus 10. Okay, that is equal to minus 3. എല്ലാം അപ്ലൈ ചെയ്തില്ലേ? യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതിന്ന് വി എന്താ? ഈ നെഗറ്റീവും ക്യാൻസൽ ആവും. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്. ഇറ്റ് ഇസ് മൈനസ് 30 centimeter. കിട്ടിയില്ലേ? ഭയങ്കര സിമ്പിളാണ്. മിറർ ഫോമുല പോലും യൂസ് ചെയ്യേണ്ടി വന്നില്ല. മാഗ്നിഫിക്കേഷൻ്റെ ഒരു ഇക്വേഷന് സിമ്പിളായിട്ട് ആൻസർ കിട്ടി അല്ലേ? ദാറ്റ് മീൻസ് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ആദ്യത്തെ 2 ഓപ്ഷൻ സിമ്പിളായിട്ട് റൂൾ ഔട്ട് ചെയ്യുക അല്ലേ? 15 centimeter അല്ല 30 ആ. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുമോ? 30 centimeter ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ, 30 centimeter ബിഹൈൻഡ് ദ മിറർ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഫ്രണ്ട് ഓഫ് ദ മിറർ ആണോ ബിഹൈൻഡ് ദ മിറർ ആണോ എന്ന്? എളുപ്പമല്ലേ? എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? നെഗറ്റീവ് 30 മൈനസ് വരികയാണെങ്കിൽ it is obviously in front of the mirror. So
the answer is option C, that is 30 centimeter in front of the mirror. Okay, ഇങ്ങനെ വേണം ന്യൂമറിക്കൽസ് നിങ്ങൾ എന്ത് ചെയ്യാൻ, അറ്റൻഡ് ചെയ്യാൻ. ഭയങ്കര സിമ്പിളാണ്. ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക, തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ ഒന്ന് എടുത്ത് എഴുതുക, അപ്ലൈ ദ ഇക്വേഷൻ, ഗെറ്റ് ഇറ്റ് ഡൺ. Okay, okay. Now, next question. An object is placed at a distance of, again, 10 centimeter from a convex mirror. Okay. Of focal length 15 centimeter. Focal length തന്നിട്ടുണ്ട്. Find the position and nature of image. Okay. ഇനി എന്തൊക്കെ തന്നേക്കും നമുക്ക് എടുത്തെഴുതാം. Placed at a distance of 10 centimeter. U is equal to 10 centimeter. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ? കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റിനെ വെച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അതെന്തായിരിക്കും? ഒബ്വിയസ്ലി അത് മൈനസ്. ഓക്കെ, ഇനി ഫോക്കൽ ലെങ്ത് എന്താ? ഇറ്റ് ഈസ് 15 centimeter. പ്ലസ് ആണോ മൈനസ് ആണോ? കോൺവെക്സ് മിറർ ഹാസ് എ വെർച്വൽ ഫോക്കസ്, ദാറ്റ് ഈസ് ബിഹൈൻഡ് ദ മിററിലാണ് ഫോക്കസ് വരുന്നത്. ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും? പോസിറ്റീവ്. ഓക്കെ ഓക്കെ, ഇനി കാണേണ്ടത് പൊസിഷൻ മാത്രം കണ്ടാൽ മതിയോ? അതിൻ്റെ നേച്ചർ എന്താണെന്നും കൂടെ പറയണം. ഓപ്ഷനിൽ നേച്ചർ തന്നിട്ടില്ല അല്ലേ? എനിവേ നമുക്ക് നേച്ചർ എന്താണെന്ന് അറിയണം. സോ ഇതെങ്ങനെ ചെയ്യാം? ജസ്റ്റ് അപ്ലൈ ദി മിറർ ഫോർമുല, ബിക്കോസ് യു ഹാവ് എഫ്, യു ആൻഡ് വി. അതിനെ മൂന്നിനെയും കണക്ട് ചെയ്യുന്ന ഏതാണ് ഫോർമുല? യു ഹാവ് മിറർ ഫോർമുല. 1/f is equal to 1/u plus 1/v. Okay. 1/15 is equal to 1/-10 plus 1/v, or 1/v is equal to 1/15. ഇയാളെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് എന്താവും? പ്ലസ് ആവും. 1/10 or 1/v is equal to എത്രയാ വരിക? 25/15 into 10 into 10. നമുക്ക് 5 യൂസ് ചെയ്യാം. 5 5s are 25, 5 3s are 15, 5 2s are 10. or ഓരോ സ്റ്റെപ്പും ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് കിട്ടേണ്ട കാര്യമുള്ളൂ. വാട്ട് എവർ. ഓക്കെ, 1/v is equal to 1/6 or v is equal to 6 centimeter. പ്ലസ് ആണോ മൈനസ് ആണോ വന്നേ? നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ യു ഗോട്ട് എ പോസിറ്റീവ് വാല്യൂ, പ്ലസ് 6 centimeter. കാരണം എന്താ? ഇത് എന്ത് മിററാ? ദിസ് ഈസ് എ കോൺവെക്സ് മിറർ ആൻഡ് ഇമേജ് വിൽ ബി ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ എന്തായിരിക്കണം? ഒബ്വിയസ്ലി പ്ലസ് ആയിരിക്കണം. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എന്ത് കിട്ടി? യു ഗോട്ട് പ്ലസ് 6 centimeter. ആൻഡ് ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 6 centimeter. ആൻഡ് വാട്ട് അബൌട്ട് ദി നേച്ചർ ഓഫ് ദ ഇമേജ്? എന്താണ്? യെസ്, വെരി ഗുഡ്. ദിസ് ഈസ് ഓൾവേസ് diminished erect image. VED, virtual erect and diminished image. അത് കോൺവെക്സ് മിററിന് അതൊരു എന്താണ്, ഫിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. യു ഗെറ്റ് വെർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്. ഓക്കെ, യെസ്. Next question. If a man's face is 25 centimeter, okay, in front of a concave shaving mirror, producing erect image 1.5 times the size of face, focal length of the mirror would be. Okay, ഇവിടെ നോട്ട് ചെയ്യണേ. കോൺകേവ് മിറർ ആണ്, പക്ഷെ യു ഹാവ് ഇറക്റ്റ് ഇമേജ്. കോൺകേവ് മിറർ ഇറക്റ്റ് ഇമേജ് തരുന്ന ഏത് കണ്ടീഷനാ? നമ്മുടെ ഒരൊറ്റ ട്വിസ്റ്റ് കണ്ടീഷൻ ആയിരുന്നു. പോളിൻ്റെയും ഫോക്കസിൻ്റെയും സെൻറ്ററിലാണ് ഒബ്ജക്റ്റ് എങ്കിൽ, then in that particular case you have a virtual erect image for concave mirror. Okay, ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫോക്കൽ ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, നൗ എന്തൊക്കെ തന്നിട്ടുണ്ട്? യു തന്നിട്ടുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ദി മിറർ ആണ് വെക്കുന്നത്. ഓക്കെ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. ഇറ്റ്സ് 25 സെൻറ്റിമീറ്റർ. ഇറക്റ്റ് ഇമേജ് 1.5 ടൈംസ് ദാറ്റ് ഓഫ് ഫേസ്. അപ്പം ദാറ്റ് ഇസ് 1.5. ഇവിടെയാണ് നിങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ടത്. സോ അറ്റൻഷൻ ചിൽഡ്രൻ, ദാറ്റ് ഇസ് എം ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഏതാണ് വരിക? നോക്കിക്കോ, ഇറ്റ്സ് ആൻ ഇറക്റ്റ് ഇമേജ്. അപ്പം എച്ച് പ്രൈമും എബവ് വൈ ആക്സിസ് ആണ്, എച്ച് ഒയും എബവ് വൈ ആക്സിസ് ആണ്. സോ എം ഇസ് എച്ച് പ്രൈം ബൈ എച്ച് ഒ, ദാറ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ കോൺകേവ് മിറർ അല്ലേ, എന്നാൽ പിന്നെ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും എന്നും പറഞ്ഞിട്ട് റിയൽ ഇമേജ് ആയിരിക്കും എന്നും പറഞ്ഞ് നെഗറ്റീവ് ഒന്നും അപ്ലൈ ചെയ്തേക്കരുത്. നന്നായിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. ഇറ്റ്സ് ആൻ ഇറക്റ്റ് ഇമേജ്, ദാറ്റ് മീൻസ് ദ ഇമേജ് ഇസ് വെർച്വൽ, സോ ഇറ്റ് വിൽ ബി ഇറക്റ്റ്. എം ഇസ് പോസിറ്റീവ്. ഓക്കെ, നൗ ചോദ്യം എന്താ? ഫോക്കൽ ലെങ്ത്. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? മാഗ്നിഫിക്കേഷൻ തന്നിട്ടില്ലേ? എം ഇസ് മൈനസ് വി ബൈ യു, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് that is plus 1.5. ഓക്കെ, യെസ്. ഇനി യു തന്നിട്ടുണ്ട് മൈനസ് വി ബൈ മൈനസ് 25 ഈക്വൽ ടു പ്ലസ് 1.5. ഓക്കെ, സോ വി ഇസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 25 സെൻറ്റിമീറ്റർ. എത്ര വരും? ഏകദേശം 37.5 സെൻറ്റിമീറ്റർ പ്ലസ്. കാരണം എന്താ? വെർച്വൽ ഇമേജാ. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ യു ഗോട്ട് പോസിറ്റീവ് വാല്യൂ. പക്ഷെ വി ആണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അല്ല, പണി തീർന്നിട്ടില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ഫോക്കൽ ലെങ്ത്. ഓക്കെ, so apply the mirror formula. 1 by f is equal to 1 by v plus 1 by u, or 1 by f is equal to 1 by 37.5 plus 1 by minus 25. എത്ര വരും? 12.5 divided by 37.5 into minus 25. ഈ മാത്തമാറ്റിക്കൽ വാല്യൂസ് ഒന്നും ചെയ്യുമ്പോൾ തെറ്റിക്കരുത് കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 37.5 മൈനസ് 25 എത്ര? 12.5 ഡിവൈഡ് ബൈ 37.5 ഇൻറ്റു 25. ഓക്കെ, കിട്ടിയല്ലോ. ദാറ്റ് ഈസ് 1 ബൈ മൈനസ് എത്ര വരും? 75. So 1 by f is equal to 1 by minus 75, or f is equal to minus 75 centimeter. Okay, f is എന്താ കിട്ടിയേ? minus 75 centimeter. Okay, so which option? ഇവിടെ 75 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, 75 സെൻറ്റിമീറ്റർ. ഓപ്ഷനിൽ മൈനസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി വറീഡ് ആവേണ്ട. ഓപ്ഷനിൽ അവർ മാഗ്നിറ്റ്യൂഡ് മാത്രമേ തന്നിട്ടുള്ളെങ്കിൽ give that answer. ഇവിടെ minus 75 plus 75 എന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ, സോ യു ഗോട്ട് ദ ആൻസർ. ഫോക്കൽ ലെങ്ത് ആസ് 75 സെൻറ്റിമീറ്റർ. ഓക്കെ, ഓക്കെ. Okay, which position of the object will produce a magnified virtual image if a concave mirror of focal length 15 cm is being used? Okay, magnified erect virtual image concave mirror തരുന്ന ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. that is the object should be in between pole and focus. ഓക്കെ, ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? വെർച്വൽ മാഗ്നിഫൈഡ് ആൻഡ് ഇറക്റ്റ് ഇമേജ് ഉള്ളൂ. അപ്പം ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാ? 15. ദിസ് ഇസ് 15 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. ഒബ്ജക്റ്റ് എന്താണ്? ഈ 15 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിലാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് എ വെർച്വൽ ഇറക്റ്റ് മാഗ്നിഫൈഡ് ഇമേജ്. ഓപ്ഷൻ നോക്കൂ. 10 സെൻറ്റിമീറ്റർ 15ൻ്റെ ഉള്ളിലാണോ? അതെ അല്ലേ?
20 അത് 15 കഴിഞ്ഞിട്ടാ നടക്കുമോ? ഇല്ല. 30 പറ്റുമോ? ഇല്ല. 40 ഒബ്വിയസ്ലി പറ്റില്ല. സോ ദ ആൻസർ ഈസ് ദാറ്റ് ഈസ് ഓപ്ഷൻ എ. യെസ്, ദാറ്റ് ഈസ് 10 സെൻറ്റിമീറ്റർ. എന്നാൽ മാത്രമേ അത് 15 സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ വരുള്ളൂ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ദാറ്റ് ഈസ് ദ ഒബ്ജക്റ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ ദി പോൾ ആൻഡ് ഫോക്കസ്, ആൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് ഓൺലി യു ഹാവ് എ മാഗ്നിഫൈഡ് ഇറക്റ്റ് ഇമേജ്. ഓക്കെ, യെസ്. ഇമേജ് ഫോർമേഷൻ അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. എ കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് എ മാഗ്നിഫിക്കേഷൻ ഓഫ് +4. The object is placed. നേരത്തെ അതേ കോൺസെപ്റ്റ് ആണ്. സി, സെയിം കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എല്ലാം മാർക്ക് കിട്ടി, ഫുൾ മാർക്സ് ആയി. യു നീഡ് ടു നോ ഓൺലി ദാറ്റ് പെർട്ടിക്കുലർ കോൺസെപ്റ്റ്. ഒരൊറ്റ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രോബ്ലം വന്നിരിക്കുന്നത്. നോക്ക് എങ്ങനെയാണ് കോൺകേവ് മിറർ മാഗ്നിഫിക്കേഷൻ ഓഫ് +4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ മാഗ്നിഫൈഡ് ഇമേജ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഫ്രാക്ഷൻ ആണോ വന്നിരിക്കുന്നത്? അല്ല. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇസ് 4 times ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതാണ് മാഗ്നിഫിക്കേഷൻ +4 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഓൾറൈറ്റ്, ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദി പോൾ ആൻഡ് ഫോക്കസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ മതി. അറ്റ് ഫോക്കസ്? നോ. Between focus and center of curvature? No. ഏതാണ്? Between focus and pole. Option C is the right answer. Okay? Yes. Now, ഈ question. A student conducts an activity using a flask of height 15 centimeter and a concave mirror. He finds that the image formed is 45 centimeter in height. Okay, what is the magnification? Direct question ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. Magnification എന്താണ്? Height of the image by height of the object. That is, height of the image എത്ര പറഞ്ഞിരിക്കുന്നത്? 45 centimeter divided by 15 centimeter. That is 3 centimeter എന്ന് വരുമോ? ഇല്ല, കാരണം മാഗ്നിഫിക്കേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. ഇറ്റ്സ് എ യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി. കാരണം ഈ സെൻറ്റിമീറ്റർ, ഇവിടെയുള്ള സെൻറ്റിമീറ്ററും ഇവിടെയുള്ള സെൻറ്റിമീറ്ററും കൂടെ ക്യാൻസൽ ആവും. ആൻസർ ഇസ് 3. ആൻഡ് -3 ആണോ +3 ആണോ? മാഗ്നിഫിക്കേഷൻ 3 ആണ്. കോൺകേവ് മിററിൽ വെർച്വൽ ഇറക്റ്റ് എന്നുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ത് വരിക? മാഗ്നിഫിക്കേഷൻ ഇതുപോലെ ഒരു ക്വാണ്ടിറ്റി വരിക, ഫ്രാക്ഷൻ അല്ലാത്തൊരു ക്വാണ്ടിറ്റി വരിക അല്ലേ? ദാറ്റ് മീൻസ് ദ മാഗ്നിഫിക്കേഷൻ ഇസ് പോസിറ്റീവ്. ഒബ്വിയസ്ലി അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും അല്ലേ? സോ H പ്രൈമും എബവ് y ആക്സിസ് ആണ്, HOയും എബവ് y ആക്സിസ് ആണ്. സോ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അക്കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 3 times. -3 ഫസ്റ്റ് ഓപ്ഷൻ കാണുന്നതേ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. നല്ലപോലെ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കെയർലെസ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്, എപ്പോഴും വരാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഒന്ന് റീചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, നൗ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ റെയർ വ്യൂ മിറർ ഫിറ്റഡ് ഇൻ വെഹിക്കിൾസ്. ഓപ്ഷൻ എ ഈസ് ലെസ് ദാൻ 1, ബി ഈസ് മോർ ദാൻ 1, സി is equal to 1, D can be more than or less than 1 depending upon the position of the object in front of it. Okay, ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റെയർ വ്യൂ മിററിൽ വി യൂസ് ഏത് മിറർ? കോൺവെക്സ് മിറർ, so that you have a virtual erect and diminished image. Okay, so the answer is magnification is less than 1 because it is a diminished image. Okay, diminished image ആവുമ്പോൾ magnification is less than 1. Okay, see, this is a rear view mirror. കണ്ടോ, ഒരു ട്രക്കിൻ്റെ ഇമേജ് കണ്ടോ എത്ര ഡിമിനിഷ്ഡ് ആണെന്ന് നോക്കൂ. ഓക്കെ, ബിക്കോസ് വി യൂസ് എ കോൺവെക്സ് മിറർ. ഓക്കെ, യെസ്. നൗ കുറേ എല്ലാം MCQs നമ്മൾ ചെയ്തു അല്ലേ?
അപ്പോൾ എല്ലാ MCQ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് വഴി റെസ്റ്റ് ഓഫ് ദ MCQs നിങ്ങൾ MCQ ടെസ്റ്റ് വഴി ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണെന്ന് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓൾ റൈറ്റ്. ഓക്കെ, അഗെയിൻ മൈ ക്ലാസ്സിൽ പോയാൽ ലേൺ അറ്റ് ഹോം സെലക്ട് ചെയ്താൽ യു വിൽ ഹാവ്, നേരത്തെ കാണിച്ചു അല്ലേ, വീഡിയോ ലെസൺസ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, MCQ ടെസ്റ്റ് ഉണ്ട്. നേരത്തെ വീഡിയോ ലെസൺസിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തന്നു എല്ലാ സബ്ജക്ട്സിൻ്റെയും ചാപ്റ്റർ വൈസ് വീഡിയോ ലെസൺസ് എല്ലാം അവൈലബിൾ ആണ്. സിമിലർലി MCQ ടെസ്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ MCQ ടെസ്റ്റ്, MCQ പ്രാക്ടീസ് ഇത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇഫ് MCQ ടെസ്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ എല്ലാ സബ്ജക്ട്സും ഉണ്ട്. അതിലിപ്പോൾ ഇതാ ഫിസിക്സ് ആണ് ചൂസ് ചെയ്യുന്നത്, ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ചൂസ് ചെയ്താൽ ആ പെർട്ടിക്കുലർ ചാപ്റ്ററിലുള്ള MCQ ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. കണ്ടോ, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക, സോ ദാറ്റ് യു സീ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ you will have the question and 4 options. കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ആൻസർ ആണോ അല്ലയോ എന്നൊക്കെ അപ്പം തന്നെ അറിയാൻ പറ്റും, മാർക്സ് അറിയാൻ പറ്റും. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇതുപോലെ എന്ത് ചെയ്യുക, മാക്സിമം നമുക്ക് MCQയിൽ ഇപ്പോൾ ഒരു പ്രാക്ടീസ് ആവശ്യമാണ്, ബിക്കോസ് യുവർ എക്സാംസ് ആർ നിയർ ബൈ. ആൻഡ് ഇപ്രാവശ്യം എന്താണ് കൂടുതൽ MCQ ബേസ്ഡ് ആയിരിക്കും നിങ്ങളുടെ എക്സാം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു, ഒരു കോൺസെപ്റ്റിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റൊരു കോൺസെപ്റ്റ് വെച്ച് ഡിഫറെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാന്നുള്ളത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇവിടെ ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒരു 90 above കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ബോർഡ് എക്സാംസിനും യു വിൽ ഹാവ് 90 above. ഓക്കെ, അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, ഓൾ റൈറ്റ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പം ഫസ്റ്റ് സെഷൻ എന്തായിരുന്നു, ലോസ് ഓഫ് റിഫ്ലക്ഷൻ ആയിരുന്നു. ആൻഡ് ഇൻ ദിസ് സെഷൻ യു ആർ ഗോയിങ് ടു ലേൺ ലോസ് ഓഫ് റിഫ്രാക്ഷൻ. ഓക്കെ, അതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് പഠിക്കണം, എന്താണ് റിഫ്രാക്ഷൻ എന്ന് പഠിക്കണം അല്ലേ. അല്ലാണ്ട് നേരെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്താണ് റിഫ്രാക്ഷൻ എന്ന് ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിട്ടാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിക്കേണ്ടത്. എന്താണ് റിഫ്രാക്ഷൻ, നമുക്കൊരു ഈ ഒരൊറ്റ കണ്ടീഷൻ തന്നെ നോക്കാം. സപ്പോസ് എ ലൈറ്റ് റേ ഈസ് ട്രാവലിംഗ് ഫ്രം എയർ ടു ഗ്ലാസ്. ഇവിടെ 2 മീഡിയം ഉണ്ട്, വൺ ഈസ് എയർ ആൻഡ് ദ അതർ വൺ ഈസ് ഗ്ലാസ്. ഓക്കെ ഓക്കെ, നമ്മുടെ ലൈറ്റ് റേ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് എന്ത് ചെയ്തു, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ, എന്ത് സംഭവിച്ചു നമ്മുടെ ലൈറ്റ് റേക്ക്, ഇറ്റ് ഡീവിയേറ്റഡ് ഇറ്റ്സ് പാത്ത് അല്ലേ. കണ്ടോ, ഇവിടെ എത്തിയപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ പോവായിരുന്നു, പക്ഷെ പകരം എന്താ സംഭവിച്ചേ, ഇറ്റ് ഡീവിയേറ്റഡ് ഇറ്റ്സ് പാത്ത്. ഓക്കെ, ആൻഡ് ദ പെർട്ടിക്കുലർ ഫിനോമിനൻ ഇസ് നോൺ ആസ് റിഫ്രാക്ഷൻ. ഓക്കെ, when light travels from one medium to another medium, it changes its path or deviates its direction or path, whatever. ഓക്കെ, ആ പെർട്ടിക്കുലർ ഫിനോമിനനെ പറയുന്ന പേരാണെന്ത്, റിഫ്രാക്ഷൻ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ why light changed its direction? ലൈറ്റ് നേരെ അങ്ങ് പോയാൽ പോരായിരുന്നോ, എന്തിനാണ് ലൈറ്റ് ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത്? ഓക്കെ, ഇപ്പോൾ എയറിലൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ നേരെ അങ്ങ് പോകായിരുന്നു. പക്ഷേ ഫ്രം ഹിയർ യു ഹാവ് എ ചേഞ്ച് ഓഫ് മീഡിയം. എയറിൽ നിന്ന് അടുത്തൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണ്, ഗ്ലാസ്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ വൈ ഇറ്റ് ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത്? ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, യു ആർ ഗോയിങ് ഫ്രം യുവർ ഹോം ടു സ്കൂൾ. ഓക്കെ, 8:55 AM ഇറങ്ങി 9 AM സ്കൂളിലെത്തണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു, ഇവിടെ എത്തിയപ്പം ഹെവി ട്രാഫിക്. ഓക്കെ, ഇവിടെ എത്തിയ സമയത്ത് എന്ത് പറ്റി, ഹെവി ട്രാഫിക് ആണ്. പക്ഷെ 9 AM തന്നെ സ്കൂളിലെത്തണം, ഇല്ലെങ്കിൽ പ്രിൻസിപ്പൾ ചെവിക്ക് പിടിക്കും. എന്ത് ചെയ്യും, യു വിൽ ടേക്ക് എ ഷോർട്ട് കട്ട് അല്ലേ. ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ എടുക്കും ആൻഡ് യു വിൽ ഗോ സ്ലോലി ഹാപ്പിലി. ഓക്കെ, ബിക്കോസ് ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് 9 മണിക്ക് തന്നെ സ്കൂളിൽ എത്താൻ പറ്റും. സെയിം തിങ് ഇസ് ഹാപ്പനിങ് ഹിയർ. എന്താണ്, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പം ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ടു എ ഹെവി ട്രാഫിക് റോഡ്. ഒരു ഹെവി ട്രാഫിക് റോഡിൽ എത്തിയ പോലത്തെ ഒരു ഫീൽ തന്നെയാണ്. ലൈറ്റ് വിൽ
slow down, okay, and it will choose another path, okay. And ഈ എയറിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ rarer medium, optically rarer medium. ഗ്ലാസിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് optically denser medium, okay. ട്രാഫിക് തീരെ ഇല്ലാത്ത റോഡിനെ നമ്മൾ റെയറർ മീഡിയം എന്നും ഹൈ ട്രാഫിക് വരുന്ന റോഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇറ്റ്സ് എ ഡെൻസർ മീഡിയം, ഭയങ്കര ഡെൻസിറ്റി ആണെന്ന് പറയും അല്ലേ, ഓക്കെ. സെയിം അത് വെച്ച് നിങ്ങൾ ഓർത്താൽ മതി, ഓക്കെ. ദിസ് ഇസ് എ ഡെൻസർ മീഡിയം. ഒബ്വിയസ്ലി ഡെൻസർ മീഡിയത്തിലോട്ട് ഭയങ്കര ട്രാഫിക്കിലോട്ട് കയറി നമ്മൾ സ്ലോ ഡൗൺ ചെയ്യും. അത് തന്നെ ലൈറ്റിന് സംഭവിച്ചിട്ടുള്ളൂ, ഓക്കെ. ആ റെയറർ എന്ന ഡെൻസർ മീഡിയത്തിലേക്ക് വന്നപ്പം ലൈറ്റ് എന്ത് ചെയ്തു? ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു, ഓക്കെ. പക്ഷെ കറക്റ്റ് ടൈമിൽ ഇവിടെ എത്തണമെങ്കിൽ എന്ത് ചെയ്യും? ലൈറ്റ് ഒരു ഷോർട്ട് കട്ട് എടുത്തു, അങ്ങനെ ഓർത്താൽ മതി. സോ ഇറ്റ് വിൽ what? Bend towards the normal shortcut. It will bend towards the normal. So when light travels from rarer to denser medium, it will bend towards normal, okay. At the same time, when light travels from denser to rarer medium, it will bend away from normal. കാരണം എന്താ? ഹൈ ട്രാഫിക്കിൽ നിന്ന് തീരെ ട്രാഫിക് ഇല്ലാത്ത റോഡിലോട്ട് കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്പീഡിൽ പോകാൻ പറ്റും അല്ലേ? ഷോർട്ട് കട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ദാറ്റ് മീൻസ് യു ബെൻഡ് എവേ ഫ്രം നോർമൽ. നല്ലോണം സ്പീഡ് കൂടി, സോ യു ബെൻഡ് എവേ ഫ്രം നോർമൽ, ഓക്കെ. സോ ഗോയിങ് ഫ്രം ഡെൻസർ ടു റെയറർ മീഡിയം, വാട്ട് ഹാപ്പൻസ്? ലൈറ്റ് വിൽ denser to rarer medium ആണെങ്കിൽ it will bend away from normal. അതേ സ്ഥാനത്ത് rarer to denser, optically denser medium ആണെങ്കിൽ it will bend towards normal, ഓക്കെ. അപ്പോൾ അത് ഓർത്താൽ മതി. ഹൈ ട്രാഫിക് ആണ്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു, എന്ത് ചെയ്തു? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. പക്ഷേ തിരിച്ചു പോകുമ്പോൾ എന്താണ്? നോ ട്രാഫിക് അറ്റ് ഓൾ, സോ ഹാപ്പിലി ഇറ്റ് ഇസ് ഗോയിങ് എവേ ഫ്രം നോർമൽ. നല്ല സ്പീഡിൽ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഇസ് ഗോയിങ് എവേ ഫ്രം നോർമൽ. Either case, there is a change in direction or path of light, and that particular phenomena is known as refraction, okay. ഇനി ഞാൻ പറഞ്ഞു അല്ലേ, റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പം ലൈറ്റ് എന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ചെയ്യുന്നു. അതേ സ്ഥാനത്ത് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് വരുമ്പം ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ബിക്കംസ് ഫാസ്റ്റർ. Either case, the speed changes, right? In both the cases, എന്ത് ചെയ്യുന്നു? സ്പീഡ് ചേഞ്ച് ചെയ്യുന്നു. One case it becomes faster, speed increases. In other case, it becomes slower, speed decreases. All right? ഇനി എത്രത്തോളം സ്പീഡിന് ചേഞ്ച് വന്നു എന്നതിനെ നമ്മളൊന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? Okay, so this particular value represented by the letter small n, that is refractive index, is used to quantify എന്ത്? എത്രത്തോളം വെലോസിറ്റിയിൽ സ്പീഡിൽ ചേഞ്ച് വന്നു, സ്പീഡ് എത്ര കൂടി എത്ര കുറഞ്ഞു എന്നതിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ തരുന്ന ഒരു പാരാമീറ്റർ ആണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഓക്കെ. ആൻഡ് Snell's law, that is the second law of refraction, states that the ratio of the sine of the angle of incidence to the sine of the angle of refraction is a constant, and this constant is known as the refractive index. Alright, that is the second law of refraction. First law easy ആണ്, because laws of reflection വരുന്ന സെയിം ലോ ആണ് ഫസ്റ്റ് ലോയിൽ വരുന്നത്. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, അവിടെ റിഫ്ലക്റ്റഡ് ആണെങ്കിൽ ഇവിടെ റിഫ്രാക്റ്റഡ്, ഓക്കെ. റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ ഇന്റർഫേസ് ഓഫ് ടു മീഡിയ
At the point of incidence, all lie on the same plane. Laws of reflection ഓർമ്മയില്ലേ? ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ, നോർമൽ ഓൾ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ഓൾ ലൈ ഓൺ ദി സെയിം പ്ലെയിൻ. ഫസ്റ്റ് ലോ ഒരു സീനും ഇല്ല. പക്ഷേ സെക്കൻഡ് ലോയിലേക്ക് വരുന്ന ടൈമിൽ എന്താണ്? ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ദാറ്റ് ഇസ് റേഷ്യോ ഓഫ് ദി സൈൻ ഓഫ് ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ദാറ്റ് ഇസ് സൈൻ I to sine of angle of refraction sin R equal to a constant, and that particular constant is known as the refractive index, represented by the letter n. Okay, ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? n21. Okay, n21 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Refractive index of the second medium to refractive index of the first medium. Consider sin I by sin R equal to n21. കുറച്ചുകൂടെ സ്പേസ് കിട്ടും. ഓക്കെ, sin I by sin R equal to n21. n21 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. ഓക്കെ, ദിസ് ഈസ് സ്നെൽസ് ലോ. ഇവിടെ സെക്കൻഡ് മീഡിയം ഏതാണ്? ഗ്ലാസ്. ദിസ് ഇസ് n2. ഫസ്റ്റ് മീഡിയം ഇവിടെ എന്താണ്? എയർ. ഓക്കെ, ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ലൈറ്റ് വരുന്നത്. സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണോ ലൈറ്റ് പോകുന്നത്. സോ സൈൻ I by sin R is equal to n2 divided by n1. Refractive index of the second medium to refractive index of the first medium. ഇതാണ് നമ്മുടെ സ്നെൽസ് ലോ പറയുന്നത്. ഓക്കെ, ആൻഡ് when you have two mediums, this particular value is known as the relative refractive index. ഈ relative refractive index എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ when you have two mediums. ഒരു മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, ലൈറ്റ് പോകുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്? n2. ഓക്കെ, ഈ പെർട്ടിക്കുലർ കേസിൽ നമ്മൾ രണ്ട് മീഡിയത്തിനെ തമ്മിൽ കമ്പയർ ചെയ്യാണ്. സോ ഇറ്റ് ഇസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഇസ് n21. ഇതിന് വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. ദാറ്റ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2, ദാറ്റ് ഇസ് v1 by v2. ഇതെല്ലാം കൂടി ഒറ്റ ഇക്വേഷനായിട്ട് എഴുതി തരാം. അല്ലെങ്കിൽ ചിലപ്പം എല്ലാം കൂടി തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. sin I by sin R is equal to refractive index of second medium to refractive index of first medium, which is equal to velocity ആകുമ്പം നേരെ തലകുത്തനെ v1 by v2. ഓക്കെ, ഇനി ഇത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. n2 by n1 equal to ഇവിടെ വരുമ്പോൾ v1 by v2. കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വല്ലാതെ കൂടി, അതായത് ഭയങ്കര ഡെൻസർ, ഒപ്റ്റിക്കലി ഭയങ്കര ഡെൻസർ മീഡിയം, ഹൈ ട്രാഫിക്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയം ആകുമ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? അതനുസരിച്ച് കൂടുതൽ സ്ലോ ആയിട്ട് വരും. ഓക്കെ, ഇറ്റ് ബിക്കംസ് സ്ലോവർ. അതേസമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ എന്താണ്? ഇറ്റ് ബിക്കംസ് ഫാസ്റ്റ്. അതുകൊണ്ട് അത് എപ്പോഴും എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡിലേ വരുള്ളൂ. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഹൈ ട്രാഫിക്, ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? വെലോസിറ്റി കുറയും. സോ അവർ ഒരേ സൈഡിൽ വരില്ല. എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരും. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? മാറിപ്പോവില്ല. ഇവിടെ n2 by n1 equal to v2 by v1 ആണോ v1 by v2 ആണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. അവരെന്താണ്? എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റേ വരുള്ളൂ. ഓക്കെ, യെസ്. ആൻഡ് if you are comparing with air, then it is known as absolute refractive index. That is n is equal to c by v. അവിടെ ഇപ്പം n21 എന്ന് എഴുതിയാൽ എന്താ വരിക? n21 equal to n2 by n1. നമ്മൾ എപ്പോഴും
എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിട്ടാണ് എടുക്കുക? 1. ഓക്കെ, സോ n1 ഇവിടെ എന്താണ്? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇത് 1 ആയി പോകുന്നത് കൊണ്ട് n എന്ന് തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു v2 ബൈ v1. എയറിൻ്റെ എന്താണ്? c. എയറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡിനെ നമ്മൾ c എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്യൂം. ഓക്കെ, ദാറ്റ് ഇസ് 3 × 10⁸ m/s. നിങ്ങൾക്ക് അറിയാം. സോ നമ്മൾ എന്ത് കൊടുക്കും? c ബൈ v. v എന്ന് പറയുന്നത് മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ്. c എന്ന് പറയുന്നത് എയറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ്. ഓക്കെ, സോ n ഇസ് ഈക്വൽ ടു, ഇവിടെ n2 1 എന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി 1 ആണ്. സോ n2 എന്ന് n1 എന്ന് കൊടുക്കുന്നതിന് റെലവൻസ് ഒന്നുമില്ല. സോ വി ഗിവ് n ഇസ് ഈക്വൽ ടു c ബൈ v. ഓക്കെ, കണ്ടോ, ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ അതനുസരിച്ച് വെലോസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെ എഴുതി കൂടെ v ഇസ് ഈക്വൽ ടു c ബൈ n എന്ന് എഴുതാലോ. ഫ്രം ദാറ്റ് ഇക്വേഷൻ എഴുതാലോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വളരെ ഹൈ ആയൊരു മീഡിയം, ഭയങ്കര ട്രാഫിക് ഉള്ള മീഡിയത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി ഡിക്രീസസ്. വെൻ n ഇൻക്രീസസ് v ഡിക്രീസസ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഓക്കെ. Now look at this particular question. The refractive index of a material is 1.5. n തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5. Okay. If the velocity of light in vacuum is 3 × 10⁸ m/s, find the velocity of light in material. So light എന്ത് ചെയ്യാണ്? വാക്വം ഓർ എയർ. ഓക്കെ, രണ്ട് സെയിം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ. അപ്പം എയറിൽ നിന്ന് അല്ലെ വാക്വത്തിൽ നിന്ന് ഒരു മെറ്റീരിയലിലേക്ക് വരികയാണ്. ഇറ്റ് വിൽ അണ്ടർഗോ റിഫ്രാക്ഷൻ ആൻഡ് മെറ്റീരിയൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് 1.5. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദി മെറ്റീരിയൽ. സി അറിയാലോ, ഇവിടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? കാരണം നമ്മൾ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എയറുമായിട്ടും. എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒക്കെ എന്താണ്? ഇറ്റ്സ് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. 2 മീഡിയ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, നൗ apply the equation. That is 1.5 is equal to 3 × 10⁸ by v. ഇതിൽ നിന്ന് v കിട്ടുമല്ലോ. v is equal to 3 × 10⁸ divided by 1.5. 1.5 3യും കട്ട് ചെയ്താൽ 2 × 10⁸. കണ്ടോ, മെറ്റീരിയൽ എത്തിയപ്പോൾ വെലോസിറ്റി കണ്ടോ? 2 × 10⁸. വെലോസിറ്റി എന്ത് ചെയ്തു? എയറിനെ കമ്പയർ ചെയ്യുമ്പം ഡിക്രീസ് ചെയ്തു. എയറിൽ എത്രയായിരുന്നു? 3 × 10⁸ m/s. യൂണിറ്റ് ചെയ്താൽ മറന്നു വരുന്നത്. ഓക്കെ, പക്ഷെ മീഡിയത്തിൽ എത്തിയപ്പോൾ എന്തായി? 2 × 10⁻⁻⁻⁻ m/s ആയിട്ട് വെലോസിറ്റി ഡിക്രീസ് ചെയ്തു. കാരണം എന്താണ്? എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് മീഡിയം ഇസ് ഒപ്റ്റിക്കലി ഡെൻസർ. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയമാണ്, ഹൈ ട്രാഫിക് മീഡിയം. സോ വെലോസിറ്റി ഡിക്രീസസ്. ഓൾ റൈറ്റ്, ഓക്കെ. നൗ ഈ ക്വസ്റ്റ്യൻ നോക്കാം. Consider these indices of refraction. Glass 1.52, air 1.0003, approximately 1, water 1.333. Okay, based on refractive indexes of 3 materials, arrange the speed of light through them in decreasing order. Okay, എവിടെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ നോക്കിയേ? ഗ്ലാസ് അല്ലേ? പിന്നെ എവിടെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നത്? വാട്ടർ. മൂന്നാമത് മാത്രമേ ആര് വരുന്നുള്ളൂ? എയർ വരുന്നുള്ളൂ അല്ലേ? കഴിഞ്ഞില്ലേ പണി? സിമ്പിൾ അല്ലേ? 3ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കൂ. ഞാൻ പറഞ്ഞു ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഹൈലി ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഹൈലി ഒപ്റ്റിക്കലി എന്നല്ല, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ഹൈ ട്രാഫിക് മീഡിയം ആണ് അല്ലേ? അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്യും, ലൈറ്റ് സ്ലോസ് ഡൗൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഏറ്റവും കുറവ് എവിടെയായിരിക്കും? ഗ്ലാസ്സിലാണ്. പിന്നെ എവിടെയായിരിക്കും? വാട്ടറിലാണ്. ഏറ്റവും സ്പീഡ് കൂടിയത് എവിടെയായിരിക്കും? എയറിലാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ.
വരുമോ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ തെറ്റാണ്, ഒരിക്കലും വരില്ല അല്ലേ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് ഇസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ വരുമോ? ഇല്ല, കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് കൂടുതലാണ് വാട്ടറിനേക്കാളും. അപ്പോൾ അവിടെ സ്പീഡ് കൂടുമോ? ഇല്ല. Speed of light in air is greater than the speed of light in water is greater than the speed of light in glass. അത് കറക്റ്റ് ആണ് അല്ലേ. കാരണം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഇസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് ഗ്രേറ്റർ ദാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ. അപ്പോൾ നേരെ തിരിഞ്ഞു വരും സ്പീഡ് ഓഫ് എയർ ഇസ് ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഗ്രേറ്റർ ദാൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ജസ്റ്റ് കമ്പയർ ചെയ്യുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കമ്പയർ ചെയ്യുക, നേരെ റിവേഴ്സ് വരും സ്പീഡ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് വാക്വത്തിൽ 3 × 10⁸ ആണ്. എയർ ആയപ്പം സെയിം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, 3 × 10⁸. വാട്ടറിൽ 2.25 × 10⁸ ഉണ്ട്. പക്ഷേ ഗ്ലാസ് ആയപ്പോൾ കണ്ട വെലോസിറ്റി പിന്നെയും കുറഞ്ഞു, ദാറ്റ് ഇസ് 2 × 10⁸. ഏറ്റവും സ്പീഡ് കുറവ്, ഏറ്റവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഗ്ലാസ്സിലാണ്. ഓക്കെ 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 ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫ്രം എയർ ടു ഗ്ലാസ് അറ്റ് ദ പോയിന്റ് O ഓൺ ദി ഹെമിസ്ഫെറിക്കൽ ഗ്ലാസ് സ്ലാബ് ഈസ്. ഇവിടെ ഒരു ഹെമിസ്ഫെറിക്കൽ ഗ്ലാസ് സ്ലാബ് ഉണ്ട്. പോയിന്റ് Oയിലുള്ള എന്താ ചോദിച്ചിരിക്കണേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദിച്ചിരിക്കണേ. ഇവിടെയുള്ളതാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. നേരെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അങ്ങനത്തെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ലൈറ്റ് എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങോട്ടേ ട്രാവൽ ചെയ്യുന്നൊന്നുമില്ല, ലൈറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേണേലും ട്രാവൽ ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ് Oയിലുള്ള എന്താ ചോദിച്ചിരിക്കണേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, ദിസ് ഇസ് ദ ലൈറ്റ് റേ. എന്ത് സംഭവിക്കുകയാണ്? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ എന്ത് വേണം ശരിക്കും? ഒരു റിഫ്രാക്ഷൻ കാണേണ്ടതാണ്, സെയിം ഡയറക്ഷൻ അല്ലാണ്ട് ഡീവിയേറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ യു ഡോണ്ട് സീ എനി ഡീവിയേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗോയിങ് നോർമലി ത്രൂ ദാറ്റ് ഗ്ലാസ് സ്ലാബ്. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാത്തുള്ളൂ? ഇങ്ങനെ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ കാണാൻ പറ്റാത്തതുള്ളൂ. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വിൽ ബി 0°. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്താ? ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ്. ഇൻസിഡന്റ് റേയും നോർമലും കോയിൻസൈഡ് ചെയ്യുന്നു മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് 0°. ഓക്കെ ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. Now, refractive index of flint glass is 1.65 and that for alcohol is 1.36 with respect to air. What is the refractive index of the flint glass with respect to alcohol? Okay, refractive index of glass with respect to alcohol. എന്ത് വരും? refractive index of glass by refractive index of alcohol എത്രയാ? 1.65 by 1.36 that is equal to എത്ര വരും? 1.2. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നമുക്കറിയാലോ N21 എന്തായിരുന്നു പഠിച്ചത്? equal to N2 by N1. അതുപോലെ തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ആൽക്കഹോൾ. സിമ്പിൾ. ഓക്കെ 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 In the below diagram, light is traveling through different media. It is noted by a scientist that angle 1 is equal to angle 3 is equal to angle 4. Okay. Angle 1 is equal to angle 3, that is equal to angle 4. Okay. But angle 2 is less than angle 1. ഇവിടെ എന്താണ്? Angle 2 is less than angle 1. അങ്ങനെയാണെങ്കിൽ medium 1 is denser than medium 3, but its density is equal to medium 2. അങ്ങനെ പറയാൻ പറ്റുമോ? See, angle 1ഉം angle 3ഉം സെയിം ആണെങ്കിൽ medium 1ഉം medium 3ഉം will be same medium. ഓക്കെ, പക്ഷേ ആംഗിൾ 2 is less than ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ലൈറ്റ് ഈസ് ഹാവിങ് എ റിഫ്രാക്ഷൻ ഹിയർ. കാരണം അത് ബെൻഡ് ചെയ്തു
towards normal. അതുകൊണ്ടാണ് angle 2 is less than angle 1. അങ്ങനെയാണെങ്കിൽ medium 2 will be denser than medium 1. അപ്പോൾ എന്താണ്? ഇതിപ്പോൾ സപ്പോസ് എയർ ആണെന്ന് എടുക്കാം. ഇതെന്തെടുക്കാം? ഗ്ലാസ്. മീഡിയം 3 നമുക്ക് എന്തായിട്ട് എടുക്കാം? എയർ. കാരണം എന്താ? ആംഗിൾ 1 is equal to ആംഗിൾ 3. രണ്ടും സെയിം ആംഗിൾ വരണമെങ്കിൽ രണ്ടും സെയിം മീഡിയം ആയിരിക്കും. ഓക്കെ. ആൻഡ് അഗെയിൻ മീഡിയം 1 അതെന്ത് തന്നെയാണ്? എയർ. ബിക്കോസ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ഒബ്വിയസ്ലി അത് അങ്ങനെ വരുള്ളൂ, കാരണം ഈ രണ്ട് മീഡിയം എന്ത് തന്നെയാണ്? സെയിം ആണ്. ഓക്കെ. നൗ മീഡിയം 1 is denser than മീഡിയം 3. അത് പറ്റില്ല, കാരണം രണ്ടും എന്താണ്? സെയിം മീഡിയം ആണ്. ഇത് തെറ്റാണ്. ഓക്കെ. മീഡിയം 2 is the rarest medium. നടക്കുമോ? നെവർ. കാരണം മീഡിയം 2 is the denser medium. അതുകൊണ്ടാണ് ലൈറ്റ് എന്ത് ചെയ്തത്? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദി നോർമൽ. അതുകൊണ്ട് ഈ ആംഗിൾ കുറഞ്ഞു പോയത് കമ്പയറിംഗ് ടു ആംഗിൾ 1. സോ ഇതും തെറ്റാണ്. ദെൻ മീഡിയം 3 is denser than മീഡിയം 1. ആണോ? അല്ല, ബിക്കോസ് രണ്ട് ആംഗിളും സെയിം ആണ്. ദാറ്റ് മീൻസ് ബോത്ത് മീഡിയംസ് ആർ സെയിം. തെറ്റാണ്. ആൻഡ് ഓപ്ഷൻ ഡി നോക്കാം. മീഡിയം 1 and 3 are essentially the same medium, but medium 2 is denser than 1 and 3. medium 2 എന്താണ്? is denser than 1 and 3. Correct അല്ലേ? Correct ആണ്. So option D is the correct answer. Okay. Okay. Now, Noor, a young student, was trying to demonstrate some properties of light in her science project work. She kept some material X inside the box and with the help of a laser pointer made light rays pass through the holes on one side of the box. She had a small butter paper screen to see the spots of light being cast as they emerged. Okay. ഇതാണ് സംഭവം. ഒന്നുമില്ല, ഒരു മെറ്റീരിയൽ വെച്ചു, ഇവിടുന്ന് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്തു, ആൻഡ് ഇവിടെ എന്ത് ചെയ്തു? ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്ത് പുറത്തേക്ക് വന്നു. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ്, what could be X that she placed inside the box to make the rays behave as shown? Okay, ഒരു കൺവെർജിങ് ലെൻസ് ആകാൻ പറ്റുമോ? ഒരു കൺവെർജിങ് ലെൻസ് ആണെങ്കിൽ വരുന്ന ലൈറ്റ് റേ എന്ത് ചെയ്യണം? ഒരു പോയിന്റിൽ കൺവെർജ് ചെയ്യണം. അങ്ങനെയാണോ വരുന്നത്? അല്ല. ഈ ലൈറ്റ് റേസ് എന്താണ്? പാരലൽ ആയിട്ടാണ് വരുന്നത്. അല്ല, ഓപ്ഷൻ എ അല്ല. പാരലൽ സൈഡഡ് ഗ്ലാസ് ബ്ലോക്ക് ആണോ? ആവാനൊരു ചാൻസ് ഉണ്ടല്ലേ, ബിക്കോസ് ഗ്ലാസ് ബ്ലോക്കിലൂടെ വരുന്ന ലൈറ്റ് റേ ഏകദേശം എന്താണ്? ഇതുപോലെയാണ്. പാരലൽ ലൈറ്റ് റേസ് ആണ് പുറത്തേക്ക് വരുന്നത്. എമർജന്റ് ലൈറ്റ് റേസ് ആ പാരലൽ. പ്ലെയിൻ മിറർ ആവാൻ ഓപ്ഷൻ ഉണ്ടോ? പ്ലെയിൻ മിററിൽ വരുന്ന ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ അണ്ടർഗോ റിഫ്ലക്ഷൻ. അതുമല്ല. ട്രയാങ്കുലർ പ്രിസം വരുമോ? ഇല്ല. ഇങ്ങനെയായിരിക്കും ലൈറ്റ് റേ പുറത്തേക്ക് വരിക. ഇവർ പാരലൽ ആണോ? അല്ല. അപ്പോൾ ഈ 3 കേസും അല്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് പാരലൽ സൈഡഡ് ഗ്ലാസ് ബ്ലോക്ക്. ആ കേസിൽ മാത്രമേ ഉള്ളൂ എമർജിങ് ലൈറ്റ് റേസും ഇൻസിഡന്റ് ലൈറ്റ് റേസും ഒക്കെ എന്താവുള്ളൂ? ഇതുപോലെ പാരലലായിട്ട് വരുള്ളൂ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. യെസ്, ഈ ഒരു കേസാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ദാറ്റ് ഇറ്റ് ഇസ് എ പാരലൽ സൈഡഡ് ഗ്ലാസ് ബ്ലോക്ക്. ഓക്കെ, ഇനി she measured the angles of incidence for both the rays on the left side of the box to be 48.60. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 48.60. She knew the refractive index of the material inside the box is 1.5. What will be the approximate value of angle of refraction? Snell's law apply ചെയ്യാം. ഓക്കെ, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ തന്നെ. സൈൻ ഐ എന്ന് പറയുന്നത് 0.75 ആണ്. ഓക്കെ, സോ 0.75 by sin r. Okay, that means
Sin r is equal to 0.75 divided by 1.5, that is equal to 1/2, or r is equal to 30. Okay, option C, 30 degree. Okay, sin theta 1/2 ആണെങ്കിൽ theta value will be obviously 30 degree. Okay, so just Snell's law apply ചെയ്യുക, get the answer. വേറെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഈ ക്വസ്റ്റ്യനിൽ ഇല്ല, എല്ലാം തന്നിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നൗ ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഗ്ലാസ് ഇസ് ഒപ്റ്റിക്കലി റെയറർ ദാൻ എയർ ആണോ? അല്ല. ഗ്ലാസ് ഇസ് ഒപ്റ്റിക്കലി ഡെൻസർ ദാൻ എയർ, നേരത്തെ പഠിച്ചു അല്ലേ? എയർ ആൻഡ് ഗ്ലാസ് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം വിത്ത് ദ സെയിം വെലോസിറ്റി ആണോ? അല്ല. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ ലൈറ്റ് എന്ത് ചെയ്യും? സ്ലോസ് ഡൗൺ. ഓക്കെ, എയർ ഇസ് ഒപ്റ്റിക്കലി റെയറർ ദാൻ ഗ്ലാസ്, അത് കറക്റ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എ ഡെൻസർ മീഡിയം ഇസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് എ റെയറർ മീഡിയം ആണോ? അല്ല. സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എ ഡെൻസർ മീഡിയം ഇസ് സ്ലോവർ, ഇറ്റ് ബെൻസ് ടുവേർഡ്സ് നോർമൽ. ഓക്കെ, ഹൈ ട്രാഫിക് മീഡിയം ആണ്. ഓക്കെ, ദ റേഷ്യോ sign of angle of incidence in the first medium to the ratio of sign of angular refraction in the second medium gives the refractive index of the second material with respect to the first one. എന്താ പറയുന്നത്? sin I by sin r equal to n21, that is n2 by n1. നേരത്തെ പഠിച്ചില്ലേ? അതായത് sin I by sin r equal to refractive index of the second medium to that of the first medium. അതാണ് പറയുന്നത്, അത് കറക്റ്റ് ആണ്. സോ 3ഉം 5ഉം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. 3 and 5 ആർ കറക്റ്റ്, ബാക്കിയൊക്കെ എന്താണ്? തെറ്റാണ്. ഓക്കെ, last question, that is, if the object inside the box was made of a material with a refractive index less than 1.5, then lateral shift of the rays would have been less, lateral shift of the rays would have been more, lateral shift of the rays would remain the same, and there is not enough information to comment on any of the above statements. എന്തായിരിക്കും കറക്റ്റ് ആൻസർ? സി, അതിന് എന്തായിരുന്നു ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്? Suppose you have the glass slab and a light ray coming, what happens? It will bend towards the normal. അല്ലെ, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ it will bend towards the normal, and ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ it will go away from the normal. Okay, and ഇതിന് സ്ട്രെയിറ്റ് പോവുമായിരുന്നെങ്കിൽ ഈ പെർട്ടിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്ററൽ ഷിഫ്റ്റ്. സ്ട്രെയിറ്റ് പോകുമായിരുന്നെങ്കിൽ, ഓക്കെ, ആ പോയിന്റും ദെൻ ഇപ്പം റിഫ്രാക്റ്റ് ചെയ്ത് വന്നപ്പോൾ ഉള്ള ഈ ഒരു പാത്തിൻ്റെ ഡീവിയേഷനും, അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഈ മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാസ് ലെസ് ദാൻ 1.5. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നു മീൻസ് സ്പീഡ് എന്ത് ചെയ്യും? കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ചെയ്യും അല്ലേ? അപ്പം ഇത്ര ഇങ്ങോട്ട് എന്ത് ചെയ്യില്ല? ബെൻഡ് ചെയ്യില്ല ലൈറ്റ് റേ. അപ്പം എന്ത് സംഭവിക്കും? കമ്പാരിറ്റീവ്ലി ലാറ്ററൽ ഷിഫ്റ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കാരണം എന്ത് ചെയ്യും? ഈ ഇത്ര ഇങ്ങോട്ട് ബെൻഡ് ചെയ്യില്ല, കാരണം കമ്പാരിറ്റീവ്ലി എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെസ് ദാൻ 1.5 ആണെന്നാണ് പറയുന്നത്. ട്രാഫിക് കുറച്ച് കുറവാണ്, അപ്പം എന്ത് ചെയ്യും? കമ്പാരിറ്റീവ്ലി സ്പീഡ് കൂടുതലായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഗോയിങ് എ ലിറ്റിൽ മോർ അവേ ഫ്രം ദി നോർമൽ. സോ എന്ത് ചെയ്യും? ലാറ്ററൽ ഷിഫ്റ്റും അതനുസരിച്ചിട്ട് കുറയും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് lateral shift of the rays would have been less. Okay, okay. So if you have any doubts you can ask through live chat. ഇനിയും സമയമുണ്ട്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ അടുത്ത ഒരു സെഷനിൽ നമുക്ക് കാണാം. സോ ബാക്കി MCQs ടെസ്റ്റുകളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ബിഫോർ എക്സാം എന്ത് ചെയ്യുക? പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഓൾ റൈറ്റ്. Thank you so much.